ഹായ് ഹലോ, ഇന്ന് നമുക്കൊരു ചക്ക പറിച്ചാലോ? ഇന്ന് പറിച്ച ഈ ചക്കയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. നീണ്ട 9 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പ്ലാവ് കായ്ക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ദേവൂട്ടി ഉണ്ടായ സമയമാണ് ലാസ്റ്റായിട്ട് ഈ പ്ലാവ് കായ്ച്ചത്. അതിനുശേഷം ഇപ്പോഴാണ് പ്ലാവ് വീണ്ടും കായ്ക്കുന്നത്. വറക്കാനും വേവിക്കാനും ഒക്കെ നല്ല ചക്കയാണ്. പ്ലാവ് നിറയെ ചക്ക. കാണുന്നവരും പോകുന്നവരും എല്ലാം പ്ലാവിലാണ് നോട്ടം. അതും പോരാഞ്ഞിട്ട് കുഞ്ഞിനെ കാണാൻ വരുന്നവരെല്ലാം തിരികെ പോകുന്നത് ചക്കയുമായിട്ട്. ലാസ്റ്റ് ചക്ക ഏട്ടൻ്റെ ഒരു ഫ്രണ്ടും കൂടി ശരിക്കും പറഞ്ഞാൽ ഉരൾ വെച്ച് കയറി നിന്നാണ് പറിച്ചിട്ടത്. അന്നേ അച്ഛമ്മ പറഞ്ഞു, ഈ നാട് മുഴുവനും ചക്ക കൊണ്ടുപോയി അടുത്ത പ്രാവശ്യം തൊട്ട് ഇതിൽ ചക്ക ഉണ്ടാവത്തില്ല എന്ന്. കാരണം കൊണ്ടുപോകുന്നവർ വീണ്ടും വന്ന് കൊണ്ടുപോകും. അത്രയ്ക്ക് അടിപൊളി ചക്കയായിരുന്നു. ഇനി കണ്ണ് കിട്ടിയതാണോ കൊതി കിട്ടിയതാണോ അതോ ഇനി പ്ലാവിന് മനസ്സിലാഞ്ഞാണോ എന്നൊന്നും അറിയത്തില്ല. പ്ലാവ് പിന്നെ കായ്ച്ചിട്ടില്ല. 9 വർഷം ഒരേ നിൽപ്പുന്നു. ആദ്യത്തെ 2 വർഷം അച്ഛമ്മ ചാടി ഓടി നടക്കുന്ന സമയമായതുകൊണ്ട് എല്ലാ ദിവസവും പ്ലാവിൻ്റെ ചോട്ടിൽ നിന്ന് പദം പറിച്ചിലും ബഹളമായിരുന്നു. പിന്നെ ശരിക്കും പറഞ്ഞാൽ ആളുള്ള കാലം മുഴുവനും ഇതിൽ ചക്ക വീഴുന്ന സമയത്ത് കൃത്യമായിട്ട് ചോദിക്കുമായിരുന്നു, ഒരു ചക്കയെങ്കിലും വീണിട്ടുണ്ടോ എന്ന്. എന്തായാലും പിന്നെ ഇപ്പോഴാണ് കായ്ക്കുന്നത്. 9 വർഷത്തെ കടം തീർക്കാനെന്ന പോലെ കൃത്യം 9 ചക്കയുണ്ടായി. മാർച്ചിൽ പൂജ നടക്കുന്ന സമയമാണ് അപ്പച്ചിമാരും ഏട്ടനും കൂടെ ഇത് ചക്കതാണെന്ന് ഉറപ്പിച്ചത്. കാരണം ഈ 9 വർഷത്തിനിടയ്ക്ക് പോള പോലും പൊട്ടിയിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ടായിരുന്നു ചക്ക വിളഞ്ഞാറായിട്ടുണ്ടാവും. ഏതായാലും കാത്തിരുന്ന് കിട്ടിയതല്ലേ, പഴിപ്പിച്ച് കളയണ്ടല്ലോ എന്നിങ്ങനെയുള്ള അഭിപ്രായം കേൾക്കെ ഞാനും അണ്ണനും കൂടെ ഇന്നലെ ചക്ക പറിച്ചു നോക്കിയപ്പോൾ ഈ ചക്ക വിളഞ്ഞല്ല. പിന്നെന്തായാലും പറിച്ചതല്ലേ, ഒട്ടും കുറച്ചില്ല, 8ആയിട്ടങ്ങ് മുറിച്ചു. അടുത്തുള്ള വീടുകളെല്ലാം കൊടുത്തു. എല്ലാവരുടെയും വകയായിട്ട് ഇഷ്ടം പോലെ വഴക്കും കേട്ടു. നേരത്തെ പറിച്ചതിന് കുരു മാറ്റി കുത്തിയറിയാനൊന്നും അത്ര എക്സ്പെർട്ടല്ല. അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ ദേവൂട്ടിയും കൂടെ അടത്തി പറിക്കാൻ ആയിരുന്നു. അവൾ എൻ്റെ കൂടെ കാട്ടയ്ക്ക് നിന്നു. ഞങ്ങൾ തോരൻ വെച്ചു. നാട്ടുകാർക്കും എല്ലാം ഇന്നലെ തോരനായിരുന്നു. എന്തായാലും പ്ലാവിനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. നല്ല അടിപൊളി രുചിയായിരുന്നു.